ഞാനിങ്ങനെ ഒരു പ്രശസ്ത ടീമിൻ്റെ കൂടെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് കടന്നുപോയി. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ വെച്ച് എൻ്റെ പേര് അനൗൺസ് ചെയ്തു. ഞാൻ എൻ്റെ സോങ് ബുക്കുമായി ഞാൻ ഫ്രണ്ടിലേക്ക് കടന്നു നിന്നപ്പോൾ അന്നപ്പോൾ ഒരു ഡിവോഷണൽ സോങ് പാടണം, ഒരു അമ്പലത്തിലെ പ്രോഗ്രാമായിരുന്നു. എൻ്റെ പേര് അനൗൺസ് ചെയ്തു. പെട്ടെന്ന് എൻ്റെ ചെവിയിലൊരു ശബ്ദം ഞാൻ കേട്ടു, ഒരു ദൈവവേദലായ നീ, അന്യദേവൻ്റെ നാമം നിൻ്റെ നാമങ്ങൾ എടുക്കാൻ എന്താണെന്ന് അറിയാലോ. അങ്ങനെ ഒത്തിരി ദുർമരണങ്ങളും ഇങ്ങനെയുള്ള അമ്മമാരുടെ കണ്ണുനീരും കരച്ചിലും ഒക്കെ കേട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വളർന്നു വന്നത്. ഞാനൊരു മകളെ ഉള്ളതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനോ ഒരു ആശ്വാസത്തിന് ആരെങ്കിലും, എല്ലാവരും തുല്യ ദുഃഖിതരാണ്. സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഓരോ വീടുകളിൽ പ്രാർത്ഥന സന്ധ്യയ്ക്ക് വരുമ്പം എൻ്റെ വീട്ടിൽ നിന്ന് ചീത്തവിളിയും ബഹളമൊക്കെയാണ്. അതാണ് എൻ്റെ ശീലം. വേദനയില്ലാത്തത് ഈ നഖവും ഈ മുടി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും വേദനയാണ്. എന്താണ് അസുഖമെന്ന് അറിയത്തില്ല. സന്ധിവാതം എന്ന് പറഞ്ഞ് മരുന്ന് കഴിച്ചു. പിന്നെ ഈ മരുന്നെല്ലാം കൂടി കഴിച്ചപ്പോഴേക്കും എനിക്ക് ഷുഗർ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ അതിന് മരുന്ന് കഴിച്ചു. പിന്നെ ഒരു ഡോക്ടർ പറഞ്ഞു ചെറുപ്പത്തിലെ വാർദ്ധക്യം വരുന്ന ഒരു അസുഖമാണെന്ന് പറഞ്ഞു. എനിക്കിനി മരണേ ഉള്ളൂ എന്ന് വിചാരിച്ചു. ഞാൻ മരിക്കാൻ വേണ്ടി പിന്നെ തയ്യാറെടുത്ത് നടക്കുക. അപ്പം ആത്മഹത്യ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ദൈവത്തെ അറിഞ്ഞു ആത്മഹത്യ ചെയ്ത് ആത്മാവ് നഷ്ടമായി പോകും. അതുകൊണ്ട് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റത്തില്ല. മരിക്കാൻ വേണ്ടി എല്ലാ ദിവസവും ഒരുങ്ങി രാത്രി ഞാൻ കിടക്കുക. അപ്പം ഞാൻ അതൊക്കെ സ്വപ്നം കാണലാണ്. എൻ്റെ ബോഡി വാതിക്കെ കൊണ്ടുവന്ന് കിടത്തുന്നു, ഇവരെല്ലാം കരയുന്നു. പിന്നെ മരിച്ചുപോയ എൻ്റെ കൊച്ചാപ്പന്മാരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു, അവരെ സ്വപ്നം കാണുക. ഇതൊക്കെയായി രാത്രി ഇങ്ങനെ ഒരു 1:30-2 മണി വെളുപ്പിനൊക്കെ ആയപ്പോഴേക്കും എൻ്റെ കാതിലിങ്ങനെ ഒരു ശബ്ദം കേട്ടു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യൻ ലൈവിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പിന്നിട്ട പാതകൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന 2 വ്യക്തികൾ ക്രൈസ്തവ കൈരളിക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. അവർ പ്രിയപ്പെട്ടവരെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അനേക ഗാനരചയിതാക്കളും ഗായകരും നമ്മുടെ ക്രൈസ്തവ മേഖലയ്ക്കുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വചനവുമായി ദേശങ്ങൾ സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനവും പാട്ടും ഒരുപോലെ കൊണ്ടുവന്ന വളരെ അപൂർവം ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ. നമ്മളിന്ന് പരിചയപ്പെടുന്ന 2 വ്യക്തികൾ ക്രൈസ്തവ മേഖലയ്ക്ക് അനേക ഗാനങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ള പഴയ ആൾക്കാർ. അതായത് PV തൊമ്മി, അതുപോലെ തന്നെ വിദ്വാൻ കുട്ടി, KV സൈമൺ സാർ, ഇവരുടെ അനേക ഗാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ ക്ലാസിക്കൽ സോങ്ങുകൾ, അതായത് ശാസ്ത്രീയ സംഗീതമുണ്ട്, അതിൽ ഗസലുകളുണ്ട്. പക്ഷേ ഇതെല്ലാം പാടാൻ നമ്മുടെ ക്രൈസ്തവ മേഖലയ്ക്ക് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന 2 വ്യക്തികൾ ക്രൈസ്തവ മേഖലയ്ക്ക് ശാസ്ത്രീയ സംഗീതത്തിൽ കൂടിയും ഗസലിൽ കൂടിയും അനേക ഗാനങ്ങൾ സംഭാവന ചെയ്ത 2 വ്യക്തികളാണ്. നാം പരിചയപ്പെടുന്നത് ജെയ്സൺ C. സോളമൻ എന്നറിയപ്പെടുന്ന ജെയ്സൺ കണ്ണൂരും അദ്ദേഹത്തിൻ്റെ പത്നി ഷാലറ്റ് ജെയ്സണും. അവർ ക്രൈസ്തവ മേഖലയ്ക്ക് കൊടുത്തിരിക്കുന്ന ഗാനങ്ങളുടെ സംഭാവനകൾ, അല്ലെങ്കിൽ ക്രൈസ്തവ മേഖലയ്ക്ക് അവരുടെ സംഭാവനകൾ എന്തെന്നും അവരുടെ ജീവിതത്തിൻ്റെ ചില ചരിത്രങ്ങൾ എന്താണെന്നും നമുക്ക് അവരോട് ചോദിച്ചറിയാം. ക്രിസ്ത്യൻ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. എനിക്ക് അറിയേണ്ട ചില കാര്യങ്ങൾ. ജെയ്സൺ C. സോളമൻ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ അനേക ഗാനങ്ങൾ കേട്ടിട്ടുണ്ട്. മാത്രമല്ല ക്രിസ്ത്യൻ ലൈവിൻ്റെ മിഡിൽ ഈസ്റ്റിൻ്റെ ചില CD-യിൽ ജെയ്സൺ പാടിയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഞാൻ കേട്ടിരിക്കുന്ന ഗാനങ്ങൾ മിക്കവാറും ഒക്കെ ശാസ്ത്രീയ സംഗീതവും അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ളതാണ്. എല്ലാം പാടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ പോലും ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ഈ ക്രൈസ്തവ മേഖലയിൽ എങ്ങനെയാണ് ഈ ഗാന, അതായത് ഈ ക്ലാസിക്കൽ ലെവലിലേക്ക് എത്തിച്ചേരാൻ പറ്റിയത്, ഒന്ന് പറയാം. അതുപോലെ തന്നെ ഈ നിങ്ങളുടെ, എനിക്ക് തോന്നുന്നു കാത്തലിക്സ് ആയിരുന്നു ഫാദറൊക്കെ അല്ലേ, അവരെങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നു, അതിനുശേഷം എങ്ങനെയാണ് ജേസൺ ബ്രദർ വിശ്വാസത്തിലേക്ക് എത്തി, അവർ ഫാമിലിയായിട്ട് വന്നതാണോ അതോ അതിനുശേഷം എത്തിയതാണോ? അപ്പോൾ ആ കാര്യങ്ങളൊന്ന് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ സന്തോഷമായിരുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ സന്തോഷമുണ്ട് ക്രിസ്ത്യൻ ലൈവ് മീഡിയ എന്ന ഈ ചാനലിൽ ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചാൽ. സൂചിപ്പിച്ചതുപോലെ ഞാൻ കണ്ണൂർ ജില്ലയിലാണ് ജനിച്ചു വളർന്നത്, ഒരു കലാകുടുംബത്തിൽ. എൻ്റെ ഫാദർ വളരെ അറിയപ്പെടുന്ന ഒരു തബലിസ്റ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് CA സോളമൻ. എൻ്റെ അമ്മ നല്ലൊരു ഗായികയാണ്, അന്നക്കുട്ടി സോളമൻ. എനിക്ക് 2 ജ്യേഷ്ഠന്മാരുണ്ട്. 2 പേരും മ്യൂസീഷ്യൻസാണ്. ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുകയും പാടുകയും എല്ലാം ചെയ്യുന്നവരാണ്. അപ്പോൾ ചെറുപ്രായം മുതൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൂടെ ഏകദേശം ഒരു 3 വയസ്സ് മുതൽ അദ്ദേഹത്തിൻ്റെ കൂടെ സ്റ്റേജിൽ പാടിയും തബല വായിച്ചും തുടങ്ങിയതാണ് എൻ്റെ
കലാജീവിതം. അങ്ങനെ ഒരു കലാകുടുംബത്തിൽ ജനിച്ച് വളർന്നതുകൊണ്ട് കലാപരമായ എല്ലാ സാധ്യതകളിലൂടെയും പോയി. അങ്ങനെ എൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം സംഗീതം ഒരു ആധികാരികമായി പഠിക്കുന്നതിന് വേണ്ടി എറണാകുളത്തേക്ക് കടന്നു വന്നു. അവിടെയുള്ള തൃപ്പൂണിത്തുറ മ്യൂസിക് കോളേജിൽ സംഗീതം പഠിക്കുവാനിടയായി. അപ്പോൾ തന്നെ ഇതിനിടയിൽ ഒരു ഏകദേശം ഒരു 1985-86 കാലഘട്ടത്ത് എൻ്റെ മാതാപിതാക്കളെല്ലാം ഈ വിശ്വാസ മാർഗത്തിലേക്ക് കടന്നു വന്നു. അതുവരെ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. എന്നാൽ ഞാൻ ഉപരിപഠനം എന്നുള്ള രീതിയിൽ ഞാൻ കടന്നു വന്നതുകൊണ്ട് ഞാൻ എൻ്റേതായ മേഖലകൾ തിരഞ്ഞെടുത്തു. അങ്ങനെ ഒരു 95 മുതൽ 99 വരെ മ്യൂസിക് കോളേജിൽ പഠിക്കുകയും അങ്ങനെ ആ ഫീൽഡിലായിരുന്നു ഏറ്റവും കൂടുതൽ. അതിന് ശേഷമാണ് വിശ്വാസത്തിലേക്ക് വരുന്നത്. 2000-ഓടനുബന്ധിച്ചാണ് 2000 ഒക്ടോബർ മാസത്തിലാണ് ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈ ക്ലാസിക്കൽ പഠിച്ച സമയത്ത് നമ്മൾ സെക്യുലർ ഫീൽഡിലൊക്കെ പാടാൻ പോയിട്ടുണ്ടോ അതോ? അതെ, അതുവരെയും സെക്യുലർ ഫീൽഡിലാണ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം വിശ്വാസം എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ വല്ലതും ഉണ്ടോ? എന്തെങ്കിലും ഒരു നമ്മൾ ഫാദർ പിന്തുടരുന്ന പാതയിൽ വന്നേ ഉള്ളൂ അല്ലേ? ഇല്ല, വ്യക്തിപരമായ വിശ്വാസം എപ്പോഴും വ്യക്തിപരമായ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കലാഫീൽഡ് തിരഞ്ഞെടുത്തത് കൊണ്ട് വീട്ടിലാരും നോ പറഞ്ഞില്ല. കാരണം നമുക്കങ്ങനെ കഴിവുള്ളതുകൊണ്ട്, അങ്ങനെയുള്ള സാധ്യതകൾ ഒത്തിരി ഉള്ളതുകൊണ്ട് ഞാൻ കേരളത്തിലെ ഒട്ടുമിക്ക പ്രഗത്ഭ ടീമുകളിലൂടെയും സഞ്ചരിക്കാനിടയായിട്ടുണ്ട്. ഗാനമേള ട്രൂപ്പിലൂടെയും ചില ഫിലിം സ്റ്റാർസിൻ്റെ കൂടെയൊക്കെ ഞങ്ങൾ ആ സമയങ്ങളിൽ. അപ്പോൾ എല്ലാവരും വിശ്വാസ മാർഗത്തിൽ വന്നുവെങ്കിലും ഈ കലാഫീൽഡ് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടും ഞാനങ്ങനെ തിരഞ്ഞെടുത്തുകൊണ്ടും അവരാരും നോ പറഞ്ഞില്ല. പക്ഷേ ചെറുപ്പം മുതൽ അവരുടെ കൂടെ പള്ളിയിൽ പോവുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ യേശു ആരാണെന്ന് നമുക്ക് ചെറുപ്പത്തിൽ അറിയാമെങ്കിലും വ്യക്തിപരമായി അതിനോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഏകദേശം ഞങ്ങളുടെ വിവാഹത്തിന് ശേഷമാണ് ഞങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. വിശ്വാസത്തിലേക്ക് കടന്നു വന്ന സമയത്ത് അപ്പോൾ എൻ്റെ ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഈ മറ്റേ സെക്യുലർ ഫീൽഡ് തന്നെ. അപ്പം അങ്ങനെ ഞാൻ വീണ്ടും ഈ രക്ഷയിലേക്ക് വന്നതിന് ശേഷവും നമ്മുടെ ഉപജീവന മാർഗത്തിൻ്റെ അതിനുവേണ്ടി വീണ്ടും ഇങ്ങനെ കടന്നുപോയ സമയത്ത് ഒരു ദിവസം ദൈവം എന്നോട് സംസാരിച്ചു. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ചില ദേവദാസന്മാരോട് ചോദിച്ചു, എനിക്ക് ജീവിക്കാനുള്ള വരുമാനം ഇതാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ കടന്നു പോകുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, തെറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ദൈവം എപ്പോഴാണത് സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ഒരു പ്രശസ്ത ടീമിൻ്റെ കൂടെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് കടന്നുപോയി. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ വെച്ച് എൻ്റെ പേര് അനൗൺസ് ചെയ്തു. ഞാൻ എൻ്റെ സോങ് ബുക്കുമായി ഞാൻ ഫ്രണ്ടിലേക്ക് കടന്നു നിന്നപ്പോൾ അന്നപ്പോൾ ഒരു ഡിവോഷണൽ സോങ് പാടണം, ഒരു അമ്പലത്തിലെ പ്രോഗ്രാമായിരുന്നു. എൻ്റെ പേര് അനൗൺസ് ചെയ്തു. പെട്ടെന്ന് എൻ്റെ ചെവിയിലൊരു ശബ്ദം ഞാൻ കേട്ടു, ഒരു ദൈവവൈതലായ നീ അന്യദേവൻ്റെ നാമം നിൻ്റെ നാവിന്മേലെടുക്കാൻ എന്താണ് അധികാരം. ഞാനത് ചിന്തിച്ചു, എത്രയോ ആയിരക്കണക്കിന് സ്റ്റേജിൽ പാടിയിട്ടുള്ള പാട്ട് തന്നെയാണ് വീണ്ടും പാടാൻ പോകുന്നത്. ഇതുവരെ തോന്നിയിട്ടില്ലാത്തൊരു ചിന്ത എന്തുകൊണ്ട് അങ്ങനെ വന്നേ. വീണ്ടും വീണ്ടും അതിങ്ങനെ എൻ്റെ കാതിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഞാൻ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് തിരിച്ചിങ്ങനെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വണ്ടിയിൽ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ ചിന്തിച്ചത്, എൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഒരുവൻ യേശുവിനെ കർത്താവായിട്ടാണ് ഹൃദയത്തിൽ സ്വീകരിക്കുന്നത്. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറയാമെന്നുള്ളതാണ്. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് വിശ്വസിക്കുക. അപ്പം രക്ഷിക്കപ്പെടുന്നതിൻ്റെ ഒരു പ്രോസസ്സ് തന്നെ അതാണ്, യേശുവിനെ ആരായിട്ടാണെന്നുള്ളത്. അപ്പം നമ്മുടെ നായകത്വം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കർത്താവിന് സമർപ്പിക്കുകയാണ്. പിന്നെ അതോറിറ്റി കർത്താവിനാണ്. അപ്പോൾ പിന്നെ വേറെ ആർക്കും സ്ഥാനമില്ല. അപ്പം നമ്മളെ വഴി നടത്തുന്നപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനു വേണ്ടി തന്നെയാണ് നമുക്ക് തുണ നിൽക്കുന്നത്, സകല സത്യത്തിലും വഴി നടത്തുന്നത്. അപ്പോൾ ഒരുവൻ ദൈവവേദിയിലായി കഴിഞ്ഞാൽ പിന്നെ അവനെ ഗൈഡ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് മനസ്സിലായി. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ട്, ഇഷ്ടംപോലെ പാട്ടുകൾ പാടിയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അത് നോർമലി നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ വ്യക്തിപരമായ യേശുവുമായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ അതാണ് ശരിക്കും ഒരു വ്യക്തിപരമായ ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത്. എനിക്കപ്പോഴാണത് മനസ്സിലാകുന്നത്, ഇങ്ങനെയൊക്കെ കർത്താവ് സംസാരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തും എന്ന് മനസ്സിലായപ്പോൾ ഞാൻ അതിനുശേഷം 1-2 ആഴ്ചയിലൂടെ ഞാൻ പ്രോഗ്രാമിന് പോയുള്ളൂ. എന്നേക്കുമായത് സ്റ്റോപ്പ് ചെയ്തു. കഴിഞ്ഞ ഇപ്പോൾ ഏകദേശം 24 വർഷത്തോളമായി ഞങ്ങൾ കുടുംബമായി അതിനുശേഷം കർത്താവിനായിട്ട് തന്നെയാണ് പാടുന്നത്.
സ്വന്തം ഷാർലി സിസ്റ്ററെ ഒരു കാര്യം ചോദിച്ചിട്ട് നമ്മൾ ജയസൻ ബ്രദർ പറഞ്ഞിരുന്നു വിവാഹത്തിന് ശേഷമാണ് നിങ്ങൾ വിശ്വാസം വരുന്നതെന്ന്. ഇപ്പോൾ വിവാഹത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു ഷാർലി സിസ്റ്റർ, എങ്ങനെയായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ? നിങ്ങൾ എങ്ങനെയാണ് വിവാഹം കഴിച്ചത്? നിങ്ങൾ ഒരേ കോളേജിൽ പഠിച്ചാൽ നീ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ വിവാഹത്തിൻ്റെ എത്തിച്ചേർന്നത് ഒന്ന് പറയാം. എൻ്റെ ചെറിയ പ്രായത്തിൽ അനുഭവങ്ങൾ പറയുവാണെങ്കിൽ ഞാനൊരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ച് വളർന്നത്. പക്ഷേ കത്തോലിക്ക കുടുംബമാണെങ്കിലും ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കുടുംബമാണ്. കാരണം അപ്പനും ജ്യേഷ്ഠനാനുജന്മാരൊക്കെ ഭയങ്കര മദ്യപാനികളായിരുന്നു. അപ്പം അപ്പൂപ്പനെ 3 വിവാഹം ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിനകത്ത് ഒരു ഭാര്യ ശരിക്കും ദുർമരണപ്പെട്ട് മരിച്ചു പോകുമായിരുന്നു. പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അപ്പൂപ്പൻ്റെ ഉപദ്രവം പേടിച്ച് ഒരു കാട്ടിൽ പോയി ഒളിച്ചിരുന്ന് അവിടെ നിന്ന് മരണപ്പെട്ടു പോയി. അപ്പം അങ്ങനത്തെ ഒരു പാരമ്പര്യമാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അപ്പൻ്റെ അനുജന്മാരും ചേട്ടന്മാരും എല്ലാം വളരെ മദ്യപാനിയായിരുന്നു. അപ്പം ആ ഒരു വഴക്കും ബഹളവും ഒക്കെ കണ്ടാണ് ഞങ്ങൾ കുഞ്ഞുങ്ങൾ വളർന്നു വന്നത്. എൻ്റെ അപ്പച്ചനാണെങ്കിലും ഒത്തിരി അമ്മച്ചിയെ ഉപദ്രവിക്കുകയും അമ്മച്ചിയും ഞാനും ഒക്കെ പല രാത്രികളിൽ ഉറങ്ങാൻ പറ്റാതെ വീടിന് പുറത്ത് ഉറക്കമുളച്ചൊക്കെ ഇരുന്ന പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ അപ്പച്ചൻ്റെ മൂത്ത ജ്യേഷ്ഠൻ മദ്യപിച്ച് ഒടുവിൽ ജീവിതം മടുത്ത് ആത്മഹത്യ ചെയ്തു. അപ്പച്ചൻ്റെ അനിയൻ്റെ ഭാര്യ വളരെ പ്രതീക്ഷയോടെ വിവാഹ ജീവിതത്തിലേക്ക് വന്നിട്ട് ഉണ്ടായി കിട്ടിയ ആ ഒരു കുടുംബജീവിതം തകർന്ന അവസ്ഥയിൽ കൊച്ചാമ്മയും ആത്മഹത്യ ചെയ്തു. അത് കണ്ടിട്ട് കൊച്ചാപ്പൻ വളരെ സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. എല്ലാവരും ഭയങ്കര സ്നേഹമുള്ള മനുഷ്യരാണ്. പക്ഷേ കുടിച്ചു കഴിയുമ്പം ഇവർ വേറൊരു മനുഷ്യനായി മാറും. ഒത്തിരി ഉപദ്രവിക്കും, ചീത്ത വിളിക്കും. അങ്ങനെ ആ കൊച്ചാമ്മ മരിച്ചതിൻ്റെ ആ ഷോക്കിൽ കൊച്ചാപ്പൻ നാട് വിട്ടുപോയി, മക്കളെല്ലാം ഉപേക്ഷിച്ച് പോയി. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം വന്നു. ആ കൊച്ചാമ്മ മരിച്ച അതേപോലെ തന്നെ കൊച്ചാപ്പനും മരിച്ചു. അങ്ങനെ ഒത്തിരി ദുർമരണങ്ങളും ഇങ്ങനെയുള്ള അമ്മമാരുടെ കണ്ണുനീരും കരച്ചിലും ഒക്കെ കേട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വളർന്നു വന്നത്. ഞാനൊരു മകളെ ഉള്ളതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനോ ഒരു ആശ്വാസത്തിന് ആരെങ്കിലും, എല്ലാവരും തുല്യ ദുഃഖിതരാണ്. അമ്മയോട് ആണെങ്കിലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒത്തിരി വിഷമങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നുപോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആണ് എനിക്ക് മ്യൂസിക്കിനോടൊരു താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ അത് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പച്ചന് പാട്ട് പാടും, ഹാർമോണിയം വായിക്കും. ഞാനും അപ്പച്ചനും കൂടി കൊയറിനൊക്കെ പള്ളിയിലൊക്കെ പോവുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ആയിരുന്നു. ഞാനപ്പം പാട്ട് പഠിക്കാൻ വേണ്ടി പോയി. അവിടെ വെച്ചാണ് ഞാൻ അച്ഛനെ പരിചയപ്പെടുന്നത്. അതെൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു മാറ്റം വരുത്താനിടയായി. കാരണം അതുവരെ എനിക്ക് കിട്ടാത്തൊരു സ്നേഹവും ഒരു സംരക്ഷണവും ഒക്കെ ഒരാളിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് പോലെ എനിക്കത് കിട്ടി. അപ്പം ശരിക്കും പറഞ്ഞാൽ ദൈവം ആരാണെന്നോ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നോ അങ്ങനെ ഒരു ദൈവം ഉണ്ടെന്ന് പോലും ഉള്ളൊരു വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു മാതൃക ഒന്നും ആരും പറഞ്ഞും ഉപദേശിച്ചും എനിക്ക് കിട്ടിയിട്ടില്ല. സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഓരോ വീടുകളിൽ പ്രാർത്ഥന സന്ധ്യയ്ക്ക് വരുമ്പം എൻ്റെ വീട്ടിൽ നിന്ന് ചീത്തവിളിയും ബഹളമൊക്കെയാണ്. അതാണ് എൻ്റെ ശീലം. അപ്പം ഈ സ്നേഹം ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ടാക്കി. അതിൽ മാത്രം ഒരാശ്രയമായി. കാരണം ദൈവത്തെക്കാൾ ഉപരി ഞാൻ കണ്ടത് ഈ സ്നേഹമാണ്, ഭർത്താവിൻ്റെ സ്നേഹം. അപ്പോൾ അതൊരു കുടുംബജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാക്കി. കാരണം എവിടെയെങ്കിലും പോകുമ്പം എനിക്ക് ഭയങ്കര ടെൻഷൻ വരുന്നത് വരെ. ആ സമയത്തൊക്കെ ഗാനമേളയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് തിരിച്ചു വരുന്നവരെയും എവിടെയാണ് എന്താണെന്നൊന്നും അറിയാതെ ഉറങ്ങാതെ നോക്കിയിരിക്കും. മരിച്ചു പോകുമോ, ആ സ്നേഹം എന്നിൽ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര ഒരു പേടി എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു എനിക്ക്. ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്നേഹം മൂത്ത് ഒരു വട്ട് പിടിച്ച പോലത്തെ ഒരവസ്ഥ. കാരണം രാവിലെ പത്രമൊക്കെ എടുത്ത് നോക്കുമ്പം ഞാൻ ചരമകോളത്തിലാണ് നോക്കുന്നത്. അതിനകത്ത് എങ്ങാനും തലയുണ്ടോ, മരിച്ചു പോയോ, അതുപോലെയുള്ളൊരു ഭയമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. കുഞ്ഞുണ്ടായപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അമിതമായ സ്നേഹം. ശരിക്കും പറഞ്ഞാൽ ദൈവത്തെക്കാൾ ഉപരി മനുഷ്യനെ കാണുന്ന ആ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു സ്വഭാവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, ദൈവത്തിന് എന്നെക്കുറിച്ചൊരു ഉദ്ദേശം ഉള്ളതുകൊണ്ട് ദൈവം എനിക്ക് രക്ഷപ്പെടാനുള്ള വഴി കാണിച്ചു തന്നു. വിവാഹത്തിന് ശേഷം വീട്ടിൽ മാതാപിതാക്കളുടെ കൂടെ പള്ളിയിൽ പോകും. അവിടുന്ന് ദൈവവചനം കേൾക്കുകയും എൻ്റെ സംശയങ്ങൾക്കൊക്കെ മറുപടി ലഭിക്കുകയും അവിടുത്തെ ആ പ്രസൻസ്, ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് ആരാധനയ്ക്ക് കടന്നു പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പം മനസ്സിലാവും.
മറ്റുള്ളവിടെ നിന്ന് എനിക്ക് കിട്ടാത്ത നമ്മളെ നമുക്ക് ഒരു ആശ്വാസം തരുന്ന ഒരു ശക്തി അവിടെ ഉണ്ട്. അങ്ങനെ ഒരു ദൈവം ഉണ്ടെന്നുള്ളൊരു വിശ്വാസം എൻ്റെ ജീവിതത്തിൽ വന്നപ്പം എനിക്ക് ആ ദൈവം വേണം എന്നുള്ളൊരു തീരുമാനമെടുത്തു. ഞങ്ങൾ ഒരുമിച്ച് സ്നാനപ്പെടും. അപ്പം മോളുണ്ട്, മോൾക്ക് 6 മാസം ഉള്ളപ്പോഴാണ് ഞങ്ങൾ സ്നാനപ്പെടുന്നത്. അതുപോലെ ജേസൺ ബ്രദർ പറഞ്ഞിരുന്നല്ലോ, പിന്നെ പാട്ടുകൾ കഴിഞ്ഞു, പിന്നെ ഇപ്പം അതായത് ഈ വിവാഹത്തിന് ശേഷമാണ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഒരു ക്രമീകരണമായത്, കറക്റ്റായിട്ട് പറഞ്ഞത്. അതായത് കർത്താവിൻ്റെ ട്രാക്കിൽ വന്നു. പിന്നീട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതൊക്കെ അതായത് നമ്മൾ പ്രൊഫഷണലായിട്ടുള്ള പോക്കൊക്കെ നിർത്തി, അതായത് നമ്മുടെ സെക്യുലർ ഫീൽഡുള്ള നിർത്തി, പിന്നെ നമ്മൾ കൺവെൻഷനുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ? അപ്പം ഇപ്പോൾ എന്താണ് കറക്റ്റ് സിറ്റുവേഷൻ? എന്താണ് ഇപ്പോൾ, എങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ക്ലാസ്സുകളുണ്ടോ? അത് എന്താണ് ചെയ്യുന്നത് ഇപ്പം? ഞാൻ നമ്മുടെ പ്രൊഫഷൻ മ്യൂസിക് തന്നെയാണ്. അപ്പം ഞാൻ ഒത്തിരി ആളുകളെ ഞാൻ മ്യൂസിക് ഓൺലൈനിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം മ്യൂസീഷ്യൻസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ മ്യൂസിക് പ്രൊഡക്ഷൻസ് ഉണ്ട്, ഓർക്കസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കും. കുറേ 10-13 വർഷമായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഒരു 1995 മുതൽ തുടർച്ചയായി ആൽബങ്ങളിൽ പാടിക്കൊണ്ടിരിക്കുക. അപ്പം സിംഗറായിട്ടാണ് ആളുകൾ കൂടുതലും അറിയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ അടുത്തറിയാവുന്നവർക്കേ അറിയുള്ളൂ. അപ്പോൾ പിന്നെ മ്യൂസിക് പഠിപ്പിക്കുന്നതും അതുപോലെ അതോടൊപ്പം തന്നെ ഒരു ചർച്ചിൻ്റെ ഒരു നമ്മുടെ ശുശ്രൂഷകളിലെല്ലാം ഒരു സഹശുശ്രൂഷനായിട്ടും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയുണ്ട്. അവിടെ ഏത് ചർച്ചിലാണ്? കണ്ണൂർ, എറണാകുളത്താണ് അല്ലേ? ഞാൻ 95 തൊട്ട് എറണാകുളം മധ്യ തിരുവിതാംകൂറിലേക്ക് വന്നു. ഈ സുവിശേഷീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു 10-14 വർഷം കോട്ടയത്തായിരുന്നു. അതിനുശേഷം വീണ്ടും ഇപ്പോൾ ലാസ്റ്റ് ഒരു 10 years ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് എറണാകുളത്തേക്ക് വരും. എറണാകുളത്ത് ഏത് ചർച്ചുമായിട്ടാണ് ഇപ്പം? അവിടെ ഈ തൃപ്പൂണിത്തുറയിലുള്ള ഒരു ചർച്ച് ഓഫ് ഗോഡ് ഉണ്ട്. അത് കലയപുരം കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ദൈവസഭയിൽ അവിടുത്തെ ശുശ്രൂഷകനാണ് പാസ്റ്റർ പോൾസൺ സ്റ്റീഫൻ. അത് ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ളൊരു സൗഹൃദം. അപ്പോൾ ഞങ്ങൾ എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ നിന്നു. അങ്ങനെ അത് ഞങ്ങൾ ഒരുമിച്ചാണ് നിൽക്കുന്ന ഒരു ചർച്ചിലേക്ക്. സിസ്റ്റർ, ഞാൻ കേട്ടിട്ടുണ്ട് സിസ്റ്റർ ഒരു മരണത്തിൻ്റെ വക്കിൽ ദൈവം വിടുവിച്ചെടുത്താണെന്ന്. അപ്പോൾ എന്തായിരുന്നു മരണകരമായ ഒരു അവസ്ഥ, അല്ലെങ്കിൽ മരണത്തോട് അടുപ്പിച്ച ഒരു അവസ്ഥ എന്തായിരുന്നു ജീവിതത്തിൽ സംഭവിച്ചത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു മോളാണ് ഞാനിന്ന്. അപ്പം എൻ്റെ മാതാപിതാക്കൾ ഇപ്പം അവർ രക്ഷയുടെ അനുഭവത്തിലാണ്. പക്ഷേ ആ സമയങ്ങളിൽ ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് വന്ന ആ സമയങ്ങളിൽ അവർ നമ്മൾ ആ ഒരു വിശ്വാസത്തിൽ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ഒരു എതിർപ്പ് അവർ ഉണ്ടായിരുന്നു. അവർക്കത് ഉൾക്കൊള്ളാനും പറ്റില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് കമ്മലുമാലയൊക്കെ ഊരി ഒക്കെ കണ്ടു കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് അങ്ങനത്തെ ഒരു ഇതൊക്കെ കണ്ടപ്പോഴേക്കും അവർക്ക് മറ്റുള്ളവരുടെ ചോദ്യങ്ങളും ഇതൊക്കെ വന്നപ്പോഴേക്കും ആ ദേഷ്യവും ഇതെല്ലാം നമ്മുടെ അടുത്ത് അപ്പം അങ്ങനെ അവിടെ നമുക്ക് നിൽക്കാൻ പറ്റാത്ത, അപ്പം ഞാൻ എറണാകുളത്ത് തന്നെ ഗാനമേളയൊക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് എൻ്റെ വീട്ടിൽ തന്നെയാണ് നിന്നത്. ഞാനൊരാളല്ലേ ഉള്ളൂ, അങ്ങനെയാണ് നിന്നിരുന്നത്. പിന്നെ വീണ്ടും പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാകാൻ തുടങ്ങി. നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ മിനിസ്ട്രിയുടെ ബന്ധത്തിൽ കോട്ടയത്ത് പോയി താമസിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് അപ്പച്ചനൊക്കെ അവിടെ ഒറ്റപ്പെട്ടതുകൊണ്ടും എപ്പോഴും ഈ അടിയും ഇടിയും ബഹളമൊക്കെ ആയതുകൊണ്ട് അവർക്ക് അവിടെ സ്വസ്ഥതയില്ലാത്തതുകൊണ്ട് അവരവിടെ നിന്ന് വിറ്റിട്ട് ഞങ്ങളുടെ കൂടെ പോന്നു. കോട്ടയത്തിന് പോന്നു. അവിടെ വീട് സ്ഥലമെല്ലാം വാങ്ങിച്ചു. സ്ഥലമൊക്കെ വാങ്ങി അവിടെ കുറച്ച് നാൾ ഞങ്ങൾ ഒരുമിച്ച് നിന്നു. പിന്നീടും വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ അവിടെ നിന്നും ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു. കോട്ടയത്ത് നിന്ന് ഇറങ്ങി എറണാകുളത്തേക്ക് വരുന്നത്. അപ്പം അതൊക്കെ കൂടി ആയപ്പോഴേക്കും പിന്നെ എൻ്റെ ചെറുപ്പം മുതലുള്ള ഞാൻ അനുഭവിച്ച കുറേ പ്രശ്നങ്ങൾ ഇതൊക്കെ ശരിക്കും എന്നെ മാനസികമായിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് തകർത്തു. കാരണം നമ്മളെ സ്നേഹിക്കാനും അങ്ങനെ ഇല്ലല്ലോ, ആരും ഇല്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു വിഷമം എന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു രോഗിയാക്കി അങ്ങ് മാറ്റി. അപ്പോൾ എനിക്ക് ഒരു 35-37 വയസ്സൊക്കെ പ്രായമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് തലവേദനയായിട്ടാണ് തുടങ്ങിയത്. തലവേദനയായിട്ട് തുടങ്ങി ഒത്തിരി മരുന്ന് കഴിച്ചു, പല പല രോഗങ്ങൾ പറഞ്ഞു. അങ്ങനെ കുറേ മരുന്നുകൾ കഴിച്ചു. ആയുർവേദം കഴിച്ചു, അലോപ്പതി കഴിച്ചു, ഹോമിയോപ്പതി കഴിച്ചു. അങ്ങനെ ഒത്തിരി കഴിക്കുമ്പം ഓരോ അസുഖങ്ങൾ വരുന്നതല്ലാതെ എൻ്റെ അസുഖത്തിനൊന്നും ഒരു മാറ്റമില്ല. തലവേദന തുടങ്ങി പിന്നെ ലാസ്റ്റ് കാൽപാദം വരെയും വേദനയാണ്. വേദനയില്ലാത്തത് ഈ നഖവും ഈ മുടി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും വേദനയാണ്. എന്താണ് അസുഖമെന്ന് അറിയത്തില്ല. സന്ധിവാതം എന്ന് പറഞ്ഞ് മരുന്ന് കഴിച്ചു.
പിന്നെ ഈ മരുന്നെല്ലാം കൂടി കഴിച്ചപ്പോഴേക്കും എനിക്ക് ഷുഗർ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ അതിന് മരുന്ന് കഴിച്ചു. പിന്നെ ഒരു ഡോക്ടർ പറഞ്ഞു ചെറുപ്പത്തിലെ വാർദ്ധക്യം വരുന്ന ഒരു അസുഖമാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ശരീരം ഏകദേശം ആ ഒരു രൂപത്തോട് അടുത്തിങ്ങനെ വരാൻ തുടങ്ങി. കാരണം എൻ്റെ ശരീരം മെലിയാൻ തുടങ്ങി. ഒരു 55 കിലോ ഭാരം ഉണ്ടായിരുന്ന ഞാൻ 38 കിലോ ഭാരത്തിലേക്ക് വന്നു. ഭക്ഷണമൊക്കെ കഴിക്കുന്നെങ്കിലും എൻ്റെ ശരീരത്ത് പിടിക്കുന്നില്ല. എനിക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റുന്നില്ല. മരുന്നുകളൊക്കെ കഴിച്ച് വയറിനൊക്കെ വായും തൊലിയെല്ലാം പോയി. അങ്ങനെ എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റാതായി. പിന്നെ ഈ വേദന കൊണ്ട് ഉറക്കമില്ല, രാത്രികളിലൊന്നും ഉറക്കമില്ല. പിന്നെ ഇത് എൻ്റെ ശരീരത്തിൻ്റെ ബലമൊക്കെ നഷ്ടപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വയസ്സായ ഒരു സ്ത്രീയുടെ പോലത്തെ ഒരു അവസ്ഥയായി. എൻ്റെ മുഖം നോക്കുമ്പം എല്ലാവരും എന്തു പറ്റി എന്ന് ചോദിക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങാതായി. ശരിക്കും പറഞ്ഞാൽ ഒരു 10 വർഷത്തോളം ഞാൻ വീട്ടിൽ തന്നെ ഇരിപ്പായി, എവിടെയും പോവാതെ. ആരുടെ അടുത്തും വിളിയില്ല, പറച്ചിലില്ല, ആരെയും കാണാൻ ഇഷ്ടമില്ല. രാത്രി ഈ ലൈറ്റ് ഇട്ട് ഞാൻ കണ്ണാടി നോക്കൂല, ലൈറ്റ് ഇടുന്നത് എനിക്കിഷ്ടമില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഒരു വീട്ടിൽ തന്നെ ആയിപ്പോയി. അപ്പോൾ ആ സമയത്തെല്ലാം ഞാൻ എല്ലായിടത്തും കൊണ്ട് നടന്ന് മരുന്ന്, ഓരോ ഡോക്ടർമാരുടെ പേര് പറയുമ്പോൾ എല്ലാം എനിക്ക് മരുന്നൊക്കെ വാങ്ങി തരുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ മരുന്ന് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും എല്ലാം കഴിക്കുന്നതല്ലാതെ എൻ്റെ അസുഖത്തിന് ഒരു മാറ്റവും ഇല്ല. അവസാനം എനിക്ക് കുനിഞ്ഞ ഒരു സാധനം എടുക്കാൻ പറ്റില്ല, ഞാൻ മുഖം കുത്തി അങ്ങ് വീഴും. ഒരു സ്റ്റെപ്പ് കയറി നടക്കാൻ പറ്റില്ല, ബസ്സിൽ കയറാൻ പറ്റില്ല, നേരെ നടക്കാൻ പറ്റില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കിടക്കെ തന്നെ ആയി പോകേണ്ട, താഴെ അറിയത്തില്ല. അങ്ങനെ അവസാനം എനിക്ക് മടുത്ത് ഞാൻ പിന്നെ ശരീരം എല്ലാം വികൃതമായി. അപ്പോൾ കണ്ണിൽ ഓരോ ആഴ്ചയിൽ കണ്ണിൽ കുരു വരും. അത് വലിയ കുരുവാണ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുപോലത്തെ കുരു വന്നിട്ട് അത് പഴുത്ത് പൊട്ടി. ഞാൻ പിന്നെ മുള്ളുകൊണ്ട് അത് കുത്തി പൊട്ടിച്ച് അങ്ങനത്തെ ഒരു ജോലിയായി എനിക്ക്. പിന്നെ ശരീരമൊക്കെ ചൂടുപനി വരുന്ന പോലെ ദേഹമൊക്കെ വന്നിട്ട് ഒരു വികൃതവും ആയി. മുടിയെല്ലാം പൊഴിഞ്ഞു പോകാൻ തുടങ്ങി. മുടിയെല്ലാം പൊഴിഞ്ഞ് ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത പോലെ അങ്ങനത്തെ ഒരു അവസ്ഥയിലായി. അങ്ങനെ ഞാൻ അവസാനം എനിക്ക് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. അതിനിടയ്ക്ക് ദേവദാസന്മാരൊക്കെ വന്നു പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി. എന്നിട്ടൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം എനിക്ക് കാണുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ എനിക്കിനി മരണേ ഉള്ളൂ എന്ന് വിചാരിച്ചു. ഞാൻ മരിക്കാൻ വേണ്ടി പിന്നെ തയ്യാറെടുത്ത് നടക്കുക. അപ്പം ആത്മഹത്യ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ദൈവത്തെ അറിഞ്ഞു ആത്മഹത്യ ചെയ്ത് ആത്മാവ് നഷ്ടമായി പോവും. അതുകൊണ്ട് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റത്തില്ല. മരിക്കാൻ വേണ്ടി എല്ലാ ദിവസവും ഒരുങ്ങി രാത്രി ഞാൻ കിടക്കുക. അപ്പോൾ കർത്താവിനോട് ഞാൻ പറയും, ഞാൻ ഇന്ന് മരിക്കുവാണെങ്കിൽ എനിക്ക് കർത്താവിൻ്റെ മുഖം കണ്ടാൽ മതി, അങ്ങനെ പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ മരിച്ചു എന്നാണ് വിചാരിക്കുന്നത്. അത്രയ്ക്ക് അവസ്ഥയിലാണ് ഞാൻ കിടക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ ഞാൻ കാത്തു കിടന്നിട്ട് ഞാൻ മരിക്കുന്നില്ല. അവസാനം എനിക്ക് മരണവും ഇല്ല, ഈ വേദനയിൽ നിന്നൊരു ശമനവും ഇല്ല. ഇത് തന്നെ പറഞ്ഞ് അവസാനം ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് ഈ മരിക്കണം എന്ന് പറയുന്നത് ദൈവത്തെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണോ, അല്ലെങ്കിൽ ഈ വേദനയിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചപ്പം എനിക്ക് ദൈവത്തെ കാണാനുള്ള ആഗ്രഹമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഈ വേദനയിൽ നിന്ന് രക്ഷപ്പെടണം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വേദനയൊന്നും അനുഭവിക്കണ്ടല്ലോ. അപ്പം ഞാൻ അതൊക്കെ സ്വപ്നം കാണലാണ്. എൻ്റെ ബോഡി വാതിക്കെ കൊണ്ടുവന്ന് കിടത്തുന്നു, ഇവരെല്ലാം കരയുന്നു. പിന്നെ മരിച്ചുപോയ എൻ്റെ കൊച്ചാപ്പന്മാരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു, അവരെ സ്വപ്നം കാണുക, ഇതൊക്കെയായി. അങ്ങനെ അവസാനം ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചപ്പോഴേക്കും ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ മരിക്കാൻ വേണ്ടി ഇരുന്നിട്ട് ഞാൻ മരിക്കുന്നില്ല, എൻ്റെ അസുഖം മാറുന്നില്ല, ഞാൻ ദൈവത്തെ കാണാനുള്ള ആഗ്രഹം കൊണ്ടുമല്ല, എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള അപ്പോൾ അത് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോഴേക്കും ഞാൻ ദൈവസേനയിലൊരു തീരുമാനം എടുത്തു, എന്തായാലും ഞാൻ മരിക്കുന്നില്ല, മരുന്ന് കഴിച്ചിട്ട് എൻ്റെ അസുഖവും മാറുന്നില്ല, എന്നാൽ പിന്നെ മരിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ കർത്താവ് എപ്പോഴാണ് എനിക്ക് മരണം വച്ചിരിക്കുന്നത് അതുവരെ ഞാൻ ദൈവത്തിൽ തന്നെ ആശ്രയിക്കും. ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല, ഞാൻ കർത്താവിനോട് മാത്രം. ഞാൻ അതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്ന എൻ്റെ ചിന്തകളൊക്കെ ഞാൻ ദൈവസേനയിലേക്ക് മാറ്റി. ഞാൻ ഓരോ സമയവും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ രാവിലെയാണോ ഉച്ചയ്ക്കാണോ വൈകിട്ടാണോ എപ്പോൾ എനിക്ക് തോന്നുന്നോ അന്നേരം പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുമ്പം എൻ്റെ ശരീരത്തെ എൻ്റെ വേദനകളൊന്നും ഞാൻ അറിയുന്നില്ല. വലിയൊരു ഭയങ്കര ഒരു സന്തോഷം, എൻ്റെ ശരീരത്തെല്ലാം ഭയങ്കര ഒരു റിലീഫ്. എപ്പോൾ വേദന വരുന്നു അപ്പോൾ പോയിട്ട് പ്രാർത്ഥിക്കും. ചിലപ്പോൾ ഞാൻ അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും, ആ സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നും, ഓടിപ്പോയി ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെയായി ഞാനത് ശീലമാക്കാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ. ഞാൻ ഈ പരാതി പറയുന്നതും ഒക്കെ ദൈവത്തോട് പറയാൻ തുടങ്ങി. ഞാൻ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. ദൈവത്തോട് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പം ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അതുവരെയും എൻ്റെ ചോദ്യത്തിനൊന്നും മറുപടി കിട്ടാതെ ഞാനിങ്ങനെ ഇരിക്കുന്ന ആ സമയങ്ങളൊക്കെ ഞാൻ കർത്താവിലേക്ക് കൊടുത്തപ്പോഴേക്കും കർത്താവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ആദ്യം എന്നോട് ദൈവം പറഞ്ഞു, ഈ രോഗം കൊണ്ട് നീ മരിക്കയില്ല. അപ്പം ഞാൻ രോഗിയാണ്, പക്ഷേ
രോഗിയാണെങ്കിലും എന്നെ കൊണ്ട് എല്ലാം ദൈവം ചെയ്യിപ്പിക്കുന്നുണ്ട്. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഈ രോഗത്തിലിരുന്ന് തന്നെ ചെയ്യുന്നുണ്ട്. അതിനുള്ള ബലമൊക്കെ എനിക്ക് തരുന്നുണ്ട്. അപ്പം ഞാൻ ഒരിക്കലും മരിക്കും, പക്ഷേ ഈ രോഗം കൊണ്ടും മരിക്കില്ല അങ്ങനെ പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമ്പം കർത്താവിൻ്റെ ഉള്ളങ്കരത്തിലാണ് ഞാനിരിക്കുന്നത്. ഞാൻ ഈ അനുഭവത്തിൽ കൂടെയൊക്കെ പോകുമ്പോഴും ദൈവത്തിൻ്റെ കയ്യിലാണ് ഞാനിരിക്കുന്നത്. അതെനിക്ക് കാണിച്ചു തന്നു. അപ്പം എനിക്ക് ഭയങ്കര ഒരു ബലം കിട്ടി. അത് കഴിഞ്ഞ് എന്നോട് ദൈവം സംസാരിച്ചു. ഇയ്യോബിൻ്റെ പുസ്തകം ഞാൻ ആ സമയങ്ങളിലൊക്കെ വായിക്കുമായിരുന്നു. കാരണം കർത്താവ് എന്താണ് ഇയ്യോബിനോട് സംസാരിച്ചത് ആ സമയങ്ങളിലൊക്കെ ഞാനിത് ഒത്തിരി വായിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഹബക്കൂക്ക് പ്രവചനത്തിൽ പറയുന്നുണ്ട്, എല്ലാം പ്രതികൂലമായിട്ട് വരുമ്പോഴും എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കി ഉന്നതികളിൽ മേൽ എന്നെ നടക്കുമാറാക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു സ്റ്റെപ്പ് പോലും നടന്ന് ഒരു സ്ഥലത്തും പോകാൻ പറ്റത്തില്ല, ഒറ്റയിടത്തും പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം എന്നോട് ഇങ്ങനെ സംസാരിച്ചു. ഞാൻ അതെല്ലാം വിശ്വസിച്ച്, കർത്താവ് എന്തൊക്കെ എന്നോട് പറഞ്ഞോ അതെല്ലാം ഞാൻ വിശ്വസിച്ച് ഏറ്റെടുത്തു. ഞാൻ അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ അപ്പോൾ എൻ്റെ അസുഖത്തിനൊന്നും മാറ്റമില്ല, അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ ആത്മാവിൽ ബലപ്പെട്ട് അങ്ങനെ ആ ഒരു ബലത്തോടെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രി ഇങ്ങനെ ഒരു 1-1:30-2 മണി വെളുപ്പിനൊക്കെ ആയപ്പോഴേക്കും എൻ്റെ കാതിലിങ്ങനെ ഒരു ശബ്ദം കേട്ടു. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. ആ ശബ്ദം കേട്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇതിങ്ങനെ തുടരെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചാടി എഴുന്നേറ്റിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് സൗഖ്യമാവാൻ മനസ്സുണ്ട് കർത്താവേ എന്ന് പറഞ്ഞു. അപ്പം 38 ആണ്ട് രോഗം പിടിച്ച ആ വ്യക്തിയോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അവിടെ ആ വ്യക്തി പറയുന്നുണ്ട്, കുളം കലക്കുമ്പോൾ ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ ഇറക്കാൻ ആളില്ല എന്ന് പറയുന്നുണ്ട്, എക്സ്ക്യൂസൊക്കെ പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ. എന്ന് പറഞ്ഞ പോലെ ഞാനും പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് മരുന്ന് കഴിച്ചു, ഇവിടെ നിന്ന് മരുന്ന് കഴിച്ചു, പിന്നെ ഓരോരുത്തരെ കൊണ്ട് പ്രാർത്ഥിച്ചു, എന്നിട്ടൊന്നും മാറുന്നില്ലല്ലോ കർത്താവേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ചോദ്യം ചോദിച്ചപ്പോഴേക്കും പിന്നെ എന്നോട് ശബ്ദം ഞാൻ കേൾക്കുക, നിനക്ക് കർത്താവിനാൽ സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വേറൊരു സൗഖ്യം വേണ്ട, കർത്താവിനാൽ മാത്രം എനിക്ക് സൗഖ്യം വന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ തീരുമാനമെടുത്തു. അതിനുശേഷം ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൽ ചേഞ്ച് വരാൻ തുടങ്ങി, ശരീരത്തിന് മാറ്റം വരാൻ തുടങ്ങി. എൻ്റെ ശരീരത്തിൻ്റെ ഭാരം കൂടാൻ തുടങ്ങി. പിന്നെ വിക്സ് എൻ്റെ ശരീരത്തിൽ നിന്ന് ഞാൻ മാറ്റില്ലായിരുന്നു. എന്നെ വിക്സിൻ്റെ ആ ബാമിൻ്റെയൊക്കെ മണം, എനിക്ക് അതിൻ്റെ ഒരു മണം എങ്കിലും വേണം ഒരു ദിവസം പോകണമെങ്കിൽ. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ അതൊക്കെ പുരട്ടുന്നതിൻ്റെ സമയം കുറയാൻ തുടങ്ങി, തലവേദനയുടെ ഇത് കുറയാൻ തുടങ്ങി. അങ്ങനെ ശരീരത്തിൻ്റെ മാറ്റം വരാൻ തുടങ്ങി. ആ കണ്ണിൻ്റെ കുരു ആഴ്ചകളിങ്ങനെ നീണ്ടു നിന്ന ആ കുരു ഇതുവരെയും എൻ്റെ കണ്ണിൽ വന്നിട്ടില്ല. അത് ഒരു മരുന്നും കഴിച്ചതല്ല, കർത്താവ് മാത്രം വന്ന് സൗഖ്യമാക്കിയതാണ്. അതുപോലെ എൻ്റെ ശരീരത്തിൻ്റെ ഭാരം ഇപ്പം ഞാൻ ശരിക്കും 52 കിലോയിൽ നിൽക്കുവാണ്. ആ 38 കിലോ നിന്ന് ഒരു മരുന്നും കഴിക്കാതെ ഇപ്പോഴും കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ ഒരു പാത. അതായത് പ്രാർത്ഥനയോട് തിരിഞ്ഞു കർത്താവിലുള്ള ആശ്രയവും വിശ്വാസവും 100% ദൈവത്തിന് വിട്ടുകൊടുത്തപ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ ചേഞ്ച് തരാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ ആ സമയത്ത് ഞാൻ ആ തീരെ മേലാതെ നടക്കുന്ന സമയത്ത് പാസ്പോർട്ട് ഞാൻ അറിയാതെ എനിക്ക് വേണ്ടി പാസ്പോർട്ട് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് ആ സമയത്ത് എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, എറണാകുളം ടൗൺ വരെയും പോകാൻ പറ്റാത്ത ഞാൻ ഈ പാസ്പോർട്ടും കൊണ്ട് എവിടെ പോകാനാണ് കർത്താവേ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പം എൻ്റെ ജീവിത അനുഭവം കൊണ്ട് തന്നെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവാണ് എൻ്റെ ഈ അവസ്ഥയിൽ ഈ പാസ്പോർട്ട് തന്നെങ്കിൽ ഞാൻ പോകും. ഞാൻ എന്നിട്ട് അവിടെ ചെന്ന് പറയും, എൻ്റെ ഈ അവസ്ഥ ഇങ്ങനെയായിരുന്നു, ദൈവം എന്നെ വിടുവിച്ചു, എന്നെ ഇവിടെ കൊണ്ടുവന്നു എന്ന് പറയും. അതിനുള്ള 2 അവസരങ്ങളാണ്. കഴിഞ്ഞ 2-3 മാസം മുമ്പ് ഞങ്ങൾ ബഹ്റൈനിൽ പോയി. അപ്പോൾ UAE വന്നു, സന്ദർശിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്ന, എൻ്റെ ജീവിതത്തിൽ ഞാൻ വലുതെന്ന് കണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. എൻ്റെ ചെറിയ പ്രായത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഞാൻ മനുഷ്യരെ ദൈവത്തെക്കാൾ ഉപരി സ്നേഹിച്ചു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാറ്റിനും ഒരു കൂട്ട് വേണമായിരുന്നു. ഒരു പ്രാർത്ഥിക്കാൻ പോലും ഞാൻ നിശാനെ വിളിക്കുന്ന ഒരു സ്വഭാവമാണ്. അപ്പം മക്കളിൽ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. കൂട്ടുകാർ, ഫോണ്, ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച സാഹചര്യത്തിൽ എന്നെ സഹായിക്കാനോ ആശ്വസിപ്പിക്കാനോ ആരും ഉണ്ടായില്ല. ദൈവം എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് കർത്താവിൻ്റെ സ്നേഹം എന്താണെന്ന് ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. അപ്പം ശരിക്കും എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ എൻ്റെ അമ്മ എന്നെ പല പ്രാവശ്യം എടുത്തുകൊണ്ട് ഓടിയിട്ടുണ്ട് മരിക്കാൻ വേണ്ടി. ജീവിതം മടുത്തിട്ട് മരിച്ചേക്കാമെന്ന് വിചാരിച്ച് ഓടിയിട്ടുണ്ട്.
ഞാൻ എനിക്ക് തിരിച്ചറിവുള്ള സമയത്ത് എൻ്റെ കയ്യും പിടിച്ച് ഓടിയിട്ടുണ്ട്, നമുക്ക് പോയി ചാകാമെന്ന് പറഞ്ഞിട്ട് ഓടിയിട്ടുണ്ട്. അവിടെ കടലും പുഴയൊക്കെ ഉള്ളതുകൊണ്ട് ചാകാമെന്ന് പറഞ്ഞ് ഓടിയിട്ടുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മയെ നമുക്ക് ഇപ്പം മരിക്കണ്ട, പിന്നെ മരിക്കാം എന്ന് പറഞ്ഞ് അമ്മയുടെ പുറകെ ഓടി. ഇതൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ശരിക്കും ആ സാഹചര്യത്തിലൊക്കെ ഞാൻ മരണപ്പെട്ടു പോകേണ്ടതായിരുന്നു, ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ടതായിരുന്നു. ഈ രോഗം വന്ന് ഞാൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ടതായിരുന്നു. പക്ഷേ ദൈവം എന്നെ കണ്ടിട്ടുള്ളതുകൊണ്ടും ദൈവത്തിന് എന്നെ ആവശ്യമുള്ളതുകൊണ്ടും കർത്താവ് എന്നെ വെറുതെ വിട്ടില്ല. ആ സാഹചര്യങ്ങൾ എല്ലാം എനിക്ക് മനസ്സിലാക്കി തന്നു. എന്നെ ഒറ്റപ്പെടുത്തിയത് ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ദൈവം എന്നെ ഒറ്റപ്പെടുത്തിയത്. അങ്ങനെ ഒരു സാക്ഷ്യത്തിൻ്റെ ഉടമയാണ് ഞാൻ. വിടുവിച്ച് അല്ല, അതുകൊണ്ട് ശരിക്കും നമ്മളൊരു പാട്ടുകാരായിട്ട് ഇപ്പോൾ എവിടെയും നമ്മൾ പോകാറില്ല. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും പാട്ടുകാരാണ്, അതിൽ പരം കർത്താവിൻ്റെ സാക്ഷ്യമായിട്ട് ഓടുന്നവരാണ്. അപ്പോൾ അതാണ് ദൈവം നിങ്ങളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് കർത്താവിൻ്റെ വേലയിൽ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇപ്പോൾ ഇതൊരു വലിയ സാക്ഷ്യം, ഇത് അനേകർക്കൊരു ചലഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം പല രാജ്യങ്ങളിൽ ദൈവം നിങ്ങളെ ഓടിച്ച് കർത്താവിൻ്റെ വേല നിങ്ങളെ ചെയ്യിപ്പിക്കും. ജെയ്സൺ ബ്രദറിന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ജെയ്സൺ ബ്രദറിൻ്റെ മനസ്സിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? വാസ്തവത്തിൽ ഒരു നോർമൽ കണ്ടീഷനിലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ സൂയിസൈഡ് ചെയ്യും. കാരണം ഇതിൻ്റെ ഭീകരത പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ സമയത്ത് ഒരു പൊട്ടനായി തീർന്നു എന്ന് ചോദിച്ചാൽ ശരിക്കും അങ്ങനെ ദൈവം ആക്കിയെന്ന് വേണം പറയാം. ചിലപ്പോൾ ദൈവം അങ്ങനെ ആക്കിയതായിരിക്കാം. കാരണം ഒരു നോർമൽ മൈൻഡിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, കാരണം എല്ലാ വാതിലുകളും അടഞ്ഞു, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. അങ്ങനെ ഒത്തിരി സാഹചര്യത്തിലൂടെ പോയി. എനിക്ക് തോന്നുന്നത് ദൈവം ഈ നമ്മളെ മരുഭൂമിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയി അവൻ ഹൃദ്യമായി സംസാരിച്ചു എന്ന് പറയുന്ന പോലെ ജീവിതത്തിൻ്റെ ഒരു മരുഭൂമിയുടെ ഒരു കാലഘട്ടങ്ങൾ, ആ സമയത്ത് ശരിക്കും ഈ ഒരു 10 വർഷം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഒരു 10 വർഷം എന്ന് പറയുന്ന ആ രീതിയിലൂടെ അത് എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ദൈവം അങ്ങനെ അതിലൂടെ തന്നെ നടത്തിയതാണ്. കാരണം ദൈവത്തിൻ്റെ ശബ്ദത്തെ തിരിച്ചറിയാനും ദൈവത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് കൂടുതൽ മറ്റുള്ളവർക്ക് പ്രയോജനമാകേണ്ടതിന് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിന്. അപ്പോൾ ഒരു ദിവസം എന്നോട് സംസാരിച്ചൊരു കാര്യം, അപ്പം നമ്മൾ ഈ സെക്കുലർ ഫീൽഡിലും ഇന്ന് വന്നതുകൊണ്ട് ഈ ഒരു മ്യൂസിക്കിൻ്റെ ക്വാളിറ്റി എന്താണെന്നറിയാം, മ്യൂസിക് രീതിയിൽ അവതരിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഊണിലും ഉറക്കത്തിലും യാത്രയിലും എല്ലാം മ്യൂസിക്കിൻ്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കണം, കർത്താവിന് വേണ്ടി ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള ചിന്തകളാണ്. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്താൽ അത് എങ്ങനെയായിരിക്കണം, അപ്പോൾ നമുക്ക് നല്ല, കാരണം ഞാനിത് പഠിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്കങ്ങനെ അത് തന്നെയല്ല. ഞാൻ സെക്കുലർ ഫീൽഡിലായിരുന്നപ്പം 100 കണക്കിന് പ്രഗത്ഭരായ മ്യൂസീഷ്യൻസിൻ്റെ കൂടെയായിരുന്നു നമ്മുടെ സഹവാസം. അതുകൊണ്ട് അവരിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അത് നമുക്ക് അതെല്ലാം വലിയൊരു പഠനം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി എക്സ്പീരിയൻസ് നമുക്കുള്ളത് കൊണ്ട് കർത്താവിന് വേണ്ടി ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ചെയ്യണം എന്നുള്ളത് ആഗ്രഹത്തിലാണ്. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇതെല്ലാം ചിന്തകളൊക്കെ ആയിട്ട് ഞാൻ മാർക്കറ്റിൽ നിന്ന് സാധനമെല്ലാം വാങ്ങിച്ച് തിരിച്ചു വരുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. മോനെ, നീ കലാകാരനായിരിക്കുന്നതിനേക്കാൾ ഒരു ദൈവവേദിയിലായിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ പെട്ടെന്ന് എനിക്കത് സ്ട്രൈക്ക് ചെയ്തു. വീണ്ടും ഇങ്ങനെ ചിന്ത വന്നു, ഒരു കലാകാരൻ എപ്പോഴും ലോകത്തോട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു ദൈവവേദിയിലാണെങ്കിൽ അവൻ കലാകാരനായിരുന്നാലും ലോകത്തോട് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അതെന്നെ ശക്തമായിട്ട് ഞാൻ അന്നേരം വണ്ടി അവിടെ നിർത്തി. ഞാൻ പറഞ്ഞു, കർത്താവേ, ഐ ആം സോറി. കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഇതുവരെയും കർത്താവിന് വേണ്ടി ഞാൻ എന്തൊക്കെ രീതിയിൽ പ്രയോജനപ്പെടണമെന്ന് നമ്മുടെ മനസ്സിലെ ആഗ്രഹമായിരുന്നു. പക്ഷേ അതെല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇനി കർത്താവിന് വേണ്ടി ഞാൻ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുന്നു അവിടെ നിന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്, അതിലേക്ക് പോകാനുള്ളത്. അപ്പോൾ പലപ്പോഴും ഇപ്പം നമുക്കൊരു കഴിവുണ്ടെങ്കിൽ ആ കഴിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഏത് കാര്യവും ഡിസൈഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുക നമ്മുടെ ഫ്യൂച്ചറിലേക്ക്. പക്ഷേ അത് അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാറില്ല. പക്ഷേ ഒരിക്കലും ദൈവം നമുക്ക് തന്ന കഴിവിനെ എടുത്തു മാറ്റിയിട്ടല്ല വേറൊന്ന് ചെയ്യുന്നത്. അത് അല്ലെങ്കിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമില്ലാതായി പോകുമല്ലോ. പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ തിരിച്ചറിയുക എന്നുള്ള വലിയ കാര്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ തിരിച്ചറിയുന്നതോടുകൂടിയാണ് ഇതെല്ലാം കൃത്യമായ റൂട്ടിലേക്ക് പോവുക. അപ്പം അതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ദൈവത്തോട് നമുക്ക് വ്യക്തിപരമായിട്ടുള്ള പരാതികൾ നമ്മൾ ഒഴിവായി. അപ്പം പല സമയങ്ങളിൽ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ജെയ്സൺ സി സോളമൻ എന്ന പേര് പോലും ആളുകളുടെ ഹൃദയത്തിൽ തോന്നുന്നില്ലല്ലോ എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവം സൈലൻ്റ് ആയിരുന്നു. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നീ അന്നൊരു ചോദ്യം ചോദിച്ചില്ലേ, ജെയ്സൺ സോളമൻ്റെ പേര് പോലും ആളുകൾ തോന്നുന്നില്ല. കാരണം അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ നീ കടന്നു പോകുമ്പം എന്നോടുള്ള നിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നിന്നെ തന്നെ അത് ബോധ്യപ്പെടുത്താനാണ്. അപ്പോൾ ദൈവത്തിന് നമ്മളെ പരിശോധിച്ചിട്ട് വേണ്ട നമ്മൾ എങ്ങനെയുള്ള ആളാണെന്നറിയാം, ദൈവത്തിനറിയാം. പക്ഷെ നമുക്കറിയത്തില്ല. നമ്മളൊരു സാഹചര്യത്തിൽ കടന്നു പോകും, ഫേസ് ചെയ്യുമ്പം നമ്മൾ എങ്ങനെയാണ്
ദൈവത്തോടുള്ള ആറ്റിറ്റ്യൂഡ്. ശരിക്കും നമ്മുടെ മരണം വരെയും പരിശോധന എന്ന് പറയുന്നത്, ടെസ്റ്റ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ, കാരണം കൊള്ളാവുന്നവനായി തെളിയാൻ വേണ്ടിയാണ്. അപ്പം അതങ്ങനെ തന്നെയാണ്, ജയിക്കുന്നവനാണ് ഞാൻ ദൈവം. അപ്പോൾ ദൈവം എല്ലാം ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഒരു കാലഘട്ടം വരെ ദൈവം അങ്ങനെ ചെയ്തു, ഇനി നമുക്ക് സ്മൂത്താണെന്ന് പറഞ്ഞൊരു ജീവിതമില്ല. കാരണം ഇതൊരു വലിയൊരു യുദ്ധകളമാണല്ലോ. അപ്പോൾ ശരിക്കും യുദ്ധം എന്ന് പറയുന്നത് മനുഷ്യരോടല്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സ്പിരിച്വൽ വാർ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാവും. അത് ചിലപ്പോൾ പല സ്ട്രഗിളായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരാം. അപ്പോൾ ആളുകൾ എപ്പോഴും പെട്ടെന്ന് കാണും നമ്മുടെ ഇല്ലായ്മയും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടാത്തില്ല. അതൊന്നുമല്ല, നമുക്ക് ദൈവത്തിലായി ജീവിക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഏത് സാഹചര്യമാണ് സ്ട്രഗിൾസ്. പക്ഷേ അത് നമുക്ക് ഓവർകം ചെയ്യാൻ സഹായിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ദൈവം അതിലൂടെ കടത്തി വിടുമ്പോൾ ഇത് ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നതാണ്, ഇതിലൂടെ കടന്നു പോയേ പറ്റൂ, നമുക്കത് വേണ്ടാന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് എന്താണെങ്കിലും ദൈവം താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ വേറൊരു കാര്യമുണ്ട്, അത് കൃത്യമായി. അപ്പം ഇത് ശിക്ഷാ നടപടിയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹത്തെ കൂടുതൽ മനസ്സിലാക്കാനും ആളുകളിലേക്ക് എത്തിക്കാനും ഈ അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ കർത്താവ് ഇതിനകത്ത് എന്താണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുക. അപ്പം നമുക്കെന്തെങ്കിലും അങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മടുപ്പ് വരും, ക്ഷീണിച്ചു പോകും. പക്ഷേ അത് മടുക്കാതിരിക്കാൻ നമുക്ക് മുമ്പേ ഇതെല്ലാം സഹിച്ച കർത്താവുണ്ട്, അതിനെ ധ്യാനിച്ചു കൊള്ളുന്ന. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു എൻകറേജിങ് ആണ് ശരിക്കും വരുന്നത്, പ്രത്യാശ നൽകുന്നുള്ളൂ. അപ്പം ക്രിസ്തുവും ശരിക്കും പ്രത്യാശയാണ്. ബൈബിളിൽ ഇങ്ങനെ വാക്യം പോലും അങ്ങനെയാണല്ലോ, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുസിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്ന അറിഞ്ഞുകൊണ്ട് കഷ്ടതയിൽ പ്രശംസിക്കുന്നവരാവുന്ന. അപ്പോൾ ശരിക്കും പ്രത്യാശയിലേക്കുള്ള ശരിക്കും ഒരു ചവിട്ടുപടിയാണ് കഷ്ടത. പക്ഷേ ആളുകൾ കഷ്ടത എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ദാരിദ്ര്യമാണ് എടുത്ത് പറയുന്നത്. അതൊന്നുമല്ല. ഇപ്പം പണക്കാർക്കും ഉണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളും കഷ്ടതയുണ്ട്. പക്ഷേ ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഏത് കാര്യങ്ങളും. അപ്പോൾ നമ്മളെ അത് വ്യക്തിപരമായിട്ട് ഓരോരുത്തരെയും പഠിപ്പിച്ചിരിക്കും ദൈവം, അല്ലാതെ ആരുമില്ല. ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരെ എടുത്ത് നോക്കിയാലും ഏതൊരു വ്യക്തിയെ എടുത്ത് നോക്കിയാലും അവർക്ക് പറയാനുണ്ടാവും, കർത്താവ് എന്നോട് ഇങ്ങനെ സംസാരിച്ചു, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇടപെട്ടു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരെല്ലാം കൊള്ളാവുന്നതിനായി തെളിയാൻ വേണ്ടി കർത്താവ് ചെയ്യുന്ന കാര്യമാണ്. കർത്താവ് എല്ലാവരും സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. അപ്പം നമ്മളെ ഓർക്കുന്നൊരു ദൈവമുണ്ട്, അതാണ് വലിയ കാര്യം. നോഹയോട് കൂടെ പെട്ടകത്തിലുള്ളവരെയും ഓർത്തൊരു കർത്താവുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഓർക്കുന്നൊരു ദൈവമുണ്ട്. അപ്പം നമ്മളാണ് ആളുകൾ നമ്മളെ മറന്നുപോയി എന്നൊക്കെ ചിന്തിക്കുന്നത്. അത് സ്വാഭാവികമാണ്, മാനുഷികമാണ്. പക്ഷേ നമ്മളെ ഓർക്കുകയും നമുക്ക് വേണ്ടി കരുതുകയും ചെയ്യുന്നൊരു ദൈവം ഉണ്ടെന്നുള്ളതാണ് വലിയൊരു കാര്യമാണ്. ജേസമ്മ, നിങ്ങൾക്ക് ഒരു മകളല്ലേ? ഒരു മകളും ഒരു മകനും, രണ്ടുപേര്. അവരെന്തെടുക്കുന്നവരിപ്പം? മോള് ഇപ്പോൾ വിവാഹമെല്ലാം കഴിഞ്ഞ് മോളും ഹസ്ബൻഡും ഇപ്പോൾ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുക. മോളൊരു ചാർട്ടേഡ് അക്കൗണ്ട് ഓഫീസിൽ ജസ്റ്റ് ചെയ്യുന്നു. മോൻ അവിടെ പിന്നെ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. മോന് ഡിഗ്രി സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും മ്യൂസീഷ്യൻസാണ്. മോള് ഹിന്ദുസ്ഥാനി സിംഗറാണ്. ഞങ്ങൾ ഒരുമിച്ച് ഫാമിലി ആയിട്ടാണ് പാടുന്നത്. പിന്നെ സണ്ണിലോ പിയാനോ പ്ലെയറാണ്. മോന് പെർക്കഷൻ. ഒരു കലാകുടുംബം. അതെ അതെ. അങ്ങനെ ദൈവത്തിന് വേണ്ടി എരിഞ്ഞിരിക്കുന്നൊരു കുടുംബമാണ്. അതാണ് ഏറ്റവും വലുത്. ഇനി ഇത്രയും നേരം ക്രിസ്ത്യൻ ലൈവിൻ്റെ എല്ലാ പ്രേക്ഷകരോടും നിങ്ങളുടെ കുടുംബജീവിതത്തെപ്പറ്റി, നിങ്ങളുടെ ജീവിതാനുഭവങ്ങളെപ്പറ്റിയും പറയാൻ ഞങ്ങൾക്ക് വേണ്ടി അല്പസമയം തിരഞ്ഞെടുത്തതിന് നന്ദി അറിയിക്കുകയാണ്. വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് ദൈവം നിങ്ങളെ ഉയർത്തട്ടെ. നിങ്ങളുടെ ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും നിങ്ങളുടെ ഈ കലാപരമായ ജീവിതത്തിലും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പുതിയ തലമുറയോട് എന്താണ് പറയുന്നത്? അതായത് സംഗീതത്തിലോട്ട് കടന്നു വരുന്ന പുതിയ തലമുറയുണ്ട്. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡുകൾ അറിയാമല്ലോ, പുതിയ ഗാനങ്ങൾ, അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ശരിക്കും സുവിശേഷം എന്ന് പറയുന്നത് പ്രസംഗത്തിലൂടെയും പാട്ടിലൂടെയും യേശുവിനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രസംഗം എന്ന് പറയുന്നത് ദൈവിക വിഷയമാണല്ലോ, കർത്താവിനെ ഫോക്കസ് ചെയ്താണ് പ്രസംഗിക്കുന്നത്. പാട്ടും അത് തന്നെയാണ്. പ്രസംഗത്തിന് പകരം പാട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ക്രിസ്തു കേന്ദ്രീകൃതമായ പാട്ടുകളാണ് ശരിക്കും ദൈവനാമത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സുവിശേഷീകരണത്തിൻ്റെ ഏറ്റവും വലിയൊരു കാതലായ ഒരു കാര്യം. ട്രെൻഡ് ആളുകളിലേക്ക് ആകർഷിക്കപ്പെടുന്നതിൻ്റെ പിന്നിലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണ അല്ലെങ്കിൽ കർത്താവിനെ ആരാധിച്ച് വരുന്ന ആരാധന രീതികളിലൊന്നും കണ്ടുവരാത്ത ഒത്തിരി
ഈ പുതുമകൾ ആളുകളിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. അത് ഭയങ്കരമായിട്ടുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യാൻ പ്രമാണമില്ല. അതാണ് എൻ്റെ കാര്യം. അപ്പോൾ ദൈവവചനമായിരിക്കണം നമ്മുടെ പാട്ടിൻ്റെ ആധാരം എന്ന് പറയുന്നത്. നമ്മളിപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ, പഴയ നിയമഭക്തന്മാരുടെ പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകാത്തതിൻ്റെ കാരണം എന്താണ്? അവർ കടന്നു പോയ ജീവിത വഴിത്താരയിൽ അവർക്ക് ആശ്വാസമായി തീർന്നത് ദൈവവചനമാണ്. ആ ദൈവവചനം അവർ പാട്ടായിട്ട് എഴുതി. അവരുടെ ഒരു ഫിലോസഫി അവർ എഴുതിയില്ല. കാരണം അവർ കഷ്ടതയുടെ തീച്ചുളയിലൂടെ കടന്ന് മൺമറഞ്ഞപ്പോഴും അവർ യേശു നല്ലവനാണെന്ന് പറഞ്ഞപ്പോഴേ അതിൻ്റെ കാരണം അവരുടെ പ്രത്യാശ എന്ന് പറയുന്നത് സ്വർഗീയ പ്രത്യാശയാണ്. അപ്പോൾ അതിനെ അവർ നോക്കിക്കൊണ്ട് പോയതുകൊണ്ടാണ് അവർക്കങ്ങനെ പറയാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോഴുള്ള നിർഭാഗ്യവശാൽ, ചിലപ്പോൾ കാലഘട്ടത്തിൻ്റെ മാറ്റമായിരിക്കാം, ആളുകൾ ഇപ്പോഴുള്ള ഒരു ട്രെൻഡിലേക്ക് മാറുന്നത് ഈ ലോകത്തിൽ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കുന്ന പല എന്തിനേയും മോഹിച്ചുകൊണ്ടാണോ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ എപ്പോഴും നമുക്ക് ഇന്നലെ നാളെ ദൈവസ്ഥാനത്തിൽ കണക്ക് പറയേണ്ടി വരുമ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ എല്ലാം ആകെത്തുക നോക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തു. അപ്പോൾ അത് വലിയ കാര്യമാണ്. ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മുടെ കഴിവിൽ ദൈവം പ്രസാദിക്കുന്നൊരു ദൈവമല്ല. ദൈവത്തിന് കഴിവ് വേണ്ട, പക്ഷേ കഴിവ് അതിനുവേണ്ടി ഉപയോഗിക്കാം. പത്രോസിനെ തിരഞ്ഞെടുത്ത അതേ ദൈവം തന്നെയാണ് പൗലോസിനെ തിരഞ്ഞെടുത്തത്. രണ്ടും എക്സ്ട്രീമാണ്. പക്ഷേ രണ്ടുപേരെയും കുറിച്ച് കർത്താവ് ചെയ്ത പ്രവർത്തികളെന്ന് പറഞ്ഞാൽ അത്ഭുതകരം തന്നെയാണ്. അപ്പോൾ ദൈവം ഈ കഴിവ് തന്നതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു ഉദ്ദേശമുണ്ട്. എന്ന് പറയുന്നത് പോലെ സംഗീതത്തിൻ്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത് കർത്താവിനെ കൃത്യമായി ഉയർത്താൻ, ആരാധനയ്ക്ക് വേണ്ടി തന്നെയാണ്. ഇവിടെ പറ്റിപ്പോകുന്നത് കർത്താവിനേക്കാൾ ആരാധ്യരായി മറ്റേ ആളുകൾ തീർന്നു പോകുന്നു. അതിലേക്കാണ് എന്ന് പറഞ്ഞാൽ വ്യക്തി കേന്ദ്രീകൃതമായ ആളുകളുടെ. എനിക്ക് പുതിയ തലമുറ ഈ വർഷിപ്പ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ വർഷിപ്പ് നല്ലതാണ്, പക്ഷേ ഈ ആളുകളുടെ പേര് വെച്ച് വരുന്നത് ശരിക്കും ചിലപ്പോൾ ഒരു മീറ്റിംഗ് ചിലപ്പം വിളിച്ചു കൂട്ടാനും അങ്ങനെയുള്ള നമുക്ക് ചെയ്യാം. ആൾ വരുന്നു പറയുന്നത് അത് അതിനകത്ത് തെറ്റില്ല. പക്ഷേ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് അതിലേക്ക് മാറുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് തെറ്റ് തന്നെയാണ്. കാരണം ഇത് തന്നെയാണല്ലോ പണ്ടും സംഭവിച്ച കാര്യം. അപ്പോൾ കർത്താവിൽ നിന്നുള്ള മാറുക എന്ന് പറയുന്നത് അത് ആരിലേക്കും പോകാൻ പാടില്ല. നമുക്കിഷ്ടം തോന്നാം അവരോട്, അവരുടെ കഴിവില്ല, ചിലപ്പോൾ നല്ല പാട്ട് കേട്ടാൽ നമുക്കിഷ്ടം തോന്നാം, നല്ല പ്രസംഗരെ നമുക്കിഷ്ടമുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അതിൻ്റെ അകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ കർത്താവ് ആരാണ് എന്ന സബ്ജക്റ്റ് പോലും പാട്ടുകളിൽ നിന്ന് വിട്ടുപോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപരിപ്ലവമായി നമുക്ക് എന്താ പറയുക, നമുക്ക് നമ്മുടെ ഒരു മാനസിക ഉല്ലാസത്തിനും അങ്ങനെയുള്ള എന്താ പറയുക ഇമോഷണലി നമുക്ക് ആളുകളെ വരുത്തക്ക രീതിയിലുള്ള മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഒരു ലിറിക്സും വേണ്ട, ഒരു ട്യൂണ് പാടിയാലും ആളുകൾ അതിനകത്ത് ആകർഷരാകും. അതാണ് മ്യൂസിക്. അപ്പം ഒരു ഭാഷയും ഇല്ലാതെ നമ്മുടെ ഉള്ളിലുള്ള ആശയത്തെ ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മ്യൂസിക്. അതുകൊണ്ട് ലിറിക്സ് വേണമെന്നേ ഇല്ല. അപ്പോൾ ഏത് സ്റ്റൈൽ ഓഫ് മ്യൂസിക് വന്നാലും ആളുകൾ അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. പക്ഷേ ഈ കർത്താവുമായിട്ട് അല്ലെങ്കിൽ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കർത്താവില്ലാത്ത മ്യൂസിക് ഇല്ല. അതാണൊരു കാര്യം. കർത്താവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതിനുവേണ്ടിയാണ് ഞാനെപ്പോഴും ചിന്തിക്കുന്ന കാര്യമുണ്ട്, ലോകത്ത് പാപം എന്നൊന്നും ഇല്ലായിരുന്നെങ്കിൽ ലോകത്തുള്ള എല്ലാ മ്യൂസീഷ്യൻസും ആർക്ക് വേണ്ടി പാടും? ദൈവത്തിനോട് മാത്രമേ പാടാൻ പറ്റത്തുള്ളൂ, വേറെ ആർക്കും പാടാൻ പറ്റത്തില്ല. കാരണം അതാണല്ലോ സ്വർഗത്തിൽ എന്നേക്കും നടന്നുകൊണ്ടിരുന്ന കാര്യം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഇപ്പോഴും അത് തന്നെയാണ്. അപ്പം അത് വിട്ടിട്ട് വേറൊരാളിലേക്ക് ആളുകളുടെ അറ്റൻഷൻ മാറിയപ്പോഴാണ് എല്ലാം പ്രശ്നം ആയത്. എന്തായാലും ഇത്രയും സമയം ക്രിസ്ത്യൻ ലെവന് വേണ്ടി ഞങ്ങൾക്കൊരല്പം കാര്യങ്ങൾ ക്രമീകരിച്ച്, അത് മീൻസ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഞങ്ങൾ കേൾക്കേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു, അതുപോലെ ഞങ്ങളുടെ ചരിത്രം ഉണ്ടായിരുന്നു, നിങ്ങളുടെ കുടുംബജീവിതം ഉണ്ടായിരുന്നു, എല്ലാം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചു. ഒത്തിരി നന്ദിയുണ്ട്. വീണ്ടും കർത്താവ് മാനിക്കട്ടെ, കർത്താവിൻ്റെ വേദിയിൽ നിങ്ങൾ വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.